കനത്ത ചൂട് കണക്കിലെടുത്ത് അഭിഭാഷകർ കറുത്ത ഗൗൺ ധരിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ഹൈക്കോടതി പ്രമേയം പാസാക്കി. ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും ബാൻഡും ധരിച്ച് ഹാജരാക്കാം. കറുത്ത കോട്ടും ഗൗണും നിർബന്ധമില്ലെന്നും പ്രമേയം. വിരളമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, അസഹനീയമായി ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശവും പ്രമേയവും. മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ കറുപ്പെന്ന് പറയുന്നത് ചൂടിനെ ആഗിരണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കറുത്ത വസ്ത്രങ്ങൾ ദിനംപ്രതി ഉപയോഗിക്കേണ്ടി വരുന്നത് അഭിഭാഷകരാണ്. അവർക്ക് വലിയ രീതിയിൽ ഈ വേനൽക്കാലത്ത് കറുത്ത ഗൗണും കോട്ടും ധരിച്ച് കോടതിയിൽ ഹാജരാകുന്ന വേളയിൽ വലിയ രീതിയിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഹൈക്കോടതിയിൽ തന്നെ ഒരു അപേക്ഷ സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫുൾ കോട്ട് ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും ബാൻഡും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം. കറുത്ത കോട്ടും ഗൗണും നിർബന്ധമില്ല. അതേ കണക്കിന് തന്നെ ഹൈക്കോടതിയിലും അഭിഭാഷകർക്ക് കറുത്ത ഗൗൺ നിർബന്ധമില്ലെന്നാണ് ഉൾക്കോട്ട് പ്രമേയത്തിൽ പറയുന്നത്. മെയ് 31 വരെയാണ് ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിനുള്ള ഒരു ഇളവ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നൽകിയ അപേക്ഷയിൽ പറഞ്ഞിരുന്നത്, ഈ കറുത്ത വസ്ത്രം, ഈ ഗൗണും കോട്ടും ധരിച്ച് ഹാജരാകുന്ന വേളയിൽ വലിയ രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഓരോ അഭിഭാഷകരും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വസ്ത്രധാരണത്തിൽ ഒരു ഇളവ് അനുവദിക്കണം എന്നുള്ള ഒരു ആവശ്യമായിരുന്നു അസോസിയേഷൻ കോടതിക്ക് മുന്നിൽ വെച്ചത്. എന്തായാലും ഫുൾ കോട്ട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിരിക്കുന്നത്. മെയ് 31 വരെ ജില്ലാ കോടതികളിൽ വെള്ള ഷർട്ടും ബാൻഡും ധരിച്ച് അഭിഭാഷകർക്ക് ഹാജരാകാം. കറുത്ത കോട്ടും ഗൗണും നിർബന്ധമില്ല. ഹൈക്കോടതിയിലും കോട്ടും ഗൗണും നിർബന്ധമില്ല.